ശബരിമലയെ ഇപ്പോഴും ഒരു പ്രചരണ ആയുധമാക്കാനാണ് LDFന്റെ ശ്രമം ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി പത്തനംതിട്ടയിൽ നിന്നും ചേർന്നുണ്ട്. ഒരുപക്ഷെ മിഥുൻ, ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസി സമൂഹം ഈ ഒരു LDFന്റെ പൊടിക്കൈകളെയൊക്കെ തന്നെയും തിരിച്ചറിയുമെന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, കഴിഞ്ഞ 2 ടേമിലും അടുപ്പിച്ച് കേരളം ഭരിച്ച ഇടതുപക്ഷത്തിന് ശബരിമലയ്ക്കായി പ്രത്യേകിച്ച് പദ്ധതികളോ പ്രവർത്തനങ്ങളോ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കമുള്ള മാറ്റങ്ങളോ ഒന്നും കൊണ്ട് തന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഭരണപരാജയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു സാഹചര്യത്തിൽ ഒരു കാര്യങ്ങളും വികസന സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ശബരിമലയ്ക്ക് വേണ്ടി നടത്താൻ സാധിക്കാത്ത ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ടയിൽ പറയുന്നത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും, കേദാർനാഥ് മാതൃകയിൽ വലിയ ഒരു തീർത്ഥാടന പദ്ധതി ശബരിമലയിൽ നടപ്പിലാക്കും, അതുവഴി ജില്ലയുടെ തന്നെ സമഗ്ര വികസനത്തിന് കാരണമാകുന്ന നടപടികളാകും ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ ഈ പ്രചരണത്തിന് വേണ്ടി വോട്ട് പിടിക്കുന്നതിന് വേണ്ടി തോമസ് ഐസക് വ്യക്തമാക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മണ്ഡല കൺവെൻഷനുകൾ നടക്കുന്നതിനിടയിലും അദ്ദേഹം ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായിരുന്നു. MP ആയി തിരഞ്ഞെടുത്താൽ ശബരിമലയ്ക്ക് വേണ്ടി സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലും മറ്റും നടന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകളിൽ സംസാരിക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഈ കാര്യം തന്നെയാണ് ഇന്നലെ അദ്ദേഹം ഈ പ്രചരണ ആയുധമാക്കി ശബരിമലയെ മാറ്റിക്കൊണ്ട് ശബരിമല MP ആയി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ശബരിമലയിൽ സമഗ്ര വികസനങ്ങൾ കൊണ്ടുവരും, അതുവഴി ജില്ലയുടെ തന്നെ സമഗ്ര മാറ്റത്തിന് വഴിയൊരുക്കും, ജില്ലയിലെ പുഴകളുടെയും മറ്റും സമഗ്ര മാറ്റം കൊണ്ടുവരുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മണ്ഡലകാലത്തും ശബരിമലയിൽ ഭക്തർ നേരിട്ടത് കൊടിയ ദുരിതങ്ങളാണ്. ഭക്തർക്ക് പലർക്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പല ഭക്തരും നിരാശയോടെയാണ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. മണിക്കൂറുകളോളം റോഡിൽ ഭക്തർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഇടത്താവളങ്ങളിൽ ദിവസങ്ങളോളം ഭക്തർക്ക് കഴിയേണ്ടി വന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഭക്തർക്ക് പന്തളത്ത് കെട്ട് അഴിച്ചുവെച്ച് മറ്റ് പൂജാ കർമ്മങ്ങളുമെല്ലാം നടത്തി തിരികെ മടങ്ങേണ്ട സാഹചര്യം വന്നു. ദർശനം പൂർത്തിയാക്കാതെ നിരാശയോടുകൂടി ഭക്തർക്ക് മടങ്ങേണ്ട സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ മണ്ഡലകാലത്തും ആവർത്തിക്കുകയുണ്ടായി. അശാസ്ത്രീയമായി തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായി കഴിയാതിരുന്നതുമെല്ലാം ഈ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കഴിഞ്ഞ 8 വർഷം തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചിട്ടും ശബരിമലയ്ക്ക് വേണ്ടി വികസന പദ്ധതികളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടപ്പാക്കാൻ കഴിയാത്ത ഇടത് സർക്കാരിന്റെ പ്രതിനിധിയാണ്, ഇടത് സർക്കാരിന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമായി എത്തിയിരിക്കുന്നത്. MP ആയി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരും, കേദാർനാഥ് മാതൃകയിൽ വികസനം ശബരിമലയിൽ സാധ്യമാക്കും, ജില്ലയുടെ തന്നെ സമഗ്ര മാറ്റം ഇതിലൂടെ സാധ്യമാക്കും, പുഴകളടക്കം പമ്പാ നദി അടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കഴിഞ്ഞ മണ്ഡലകാലത്തും തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയപ്പോൾ ഈ പമ്പാ നദിയുടെ മാലിന്യ പ്രശ്നങ്ങളും മറ്റും അഴുക്കും മറ്റും വലിയ പ്രശ്നമായിട്ട് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ വിമർശനങ്ങളായി ഉയർന്നു നിന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനാകാത്ത സർക്കാരിന്റെ പ്രതിനിധിയാണ്, സ്ഥാനാർത്ഥിയാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയടക്കം ഈ കഴിഞ്ഞ മണ്ഡലകാലത്തും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും പരിഹരിക്കാൻ ഈ സർക്കാരിന്, ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സ്ഥാനാർത്ഥി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതെന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വിഷ്ണു, വ്യക്തമാണ്. മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.